അത് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തുന്ന വിഷയത്തിൽ വരെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തുന്ന കാര്യത്തിൽ വരെ ഹുസ്നുൽ ഖുൽഖും തഖ്വയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ല എങ്കിൽ നമ്മുടെ മക്കൾ പരാജയപ്പെട്ടു പോകും. മക്കളുടെ കാര്യത്തിൽ മക്കളെ ഉണ്ടാക്കാൻ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ അവകാശം തന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് തിരിച്ചു കൊടുക്കാൻ അമാനത്തായി തന്നതാണ്. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മക്കളെ അല്ലാഹു തരുമ്പോ അവരുടെ കയ്യിനകത്ത് തെറ്റുകളില്ല, ഹൃദയത്തിനകത്ത് മലീമസമായ ചിന്തകളില്ല. പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് അവരെ പല തെറ്റുകളിലേക്കും മോശത്തിലേക്കും എത്തിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഞാനിത് പറയാറുണ്ടായ കാര്യം എന്തെന്നറിയോ? നമ്മൾ നല്ല സ്വഭാവത്തോടെ തഖ്വയോടെ നമ്മുടെ കുട്ടികളെ വളർത്തിയിട്ടില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ ഒരു വിഷയമായിരുന്നു ഷഹാന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മരണമെന്ന് പറയുന്നത്. അത് ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അതിന്റെ മുമ്പായിട്ട് ഒരുപാട് അക്രമങ്ങൾ ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ട്. ആരിൽ നിന്നാണ് സഹിക്കുന്നത്? സ്വന്തം ഭർത്താവിൽ നിന്നല്ല, സ്വന്തം കാമുകനെന്ന് എഴുതി വെച്ച ഏതോ ഒരു ഹൈന്ദവനായ ഒരുത്തനിൽ നിന്നാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ആ ഉമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ നിന്ന് ചാനലിലൂടെ പറയുന്ന കാര്യം കേട്ടപ്പോ അവിടെ നിന്ന് മനസ്സിലാകുന്ന ആ പെൺകുട്ടിയെ കൊന്നതിൽ, മരിച്ചതിൽ ഒന്നാമത്തെ പ്രതിയാക്കേണ്ടത് അവരെ തന്നെയാണ്, മാതാപിതാക്കളെയാണ്. കാര്യം എന്തെന്നറിയോ? ആ ഉമ്മ പറയാണ്, ഇന്നാലിന്ന ദിവസങ്ങൾ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ അവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മകളെ മുമ്പേയും അവനവിടെ ഇടയ്ക്ക് വരലുണ്ട്, ഓനെ ശല്യപ്പെടുത്തലുണ്ട്, അവളുടെ കുട്ടിയെ വരെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഉമ്മ നിങ്ങൾ മൗനം പാലിച്ചിരുന്നത്? നിയമ നടപടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തില്ലേ? ഇവിടെ ആരാണ് നിങ്ങൾക്ക് തടസ്സം നിന്നിരുന്നത്? തക്കതായിട്ടുള്ളൊരു തീരുമാനം നിയമപരമായിട്ട് എടുത്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ആ കോണിയുടെ ഹജ്ജില് അവിടെ നിന്ന് കെട്ടി തൂങ്ങിയിട്ടുന്ന ആ പെൺകുട്ടിയുടെ മയ്യത്ത് നിങ്ങൾ കാണേണ്ടി വരുമായിരുന്നോ? ആ പെൺകുട്ടി ഇന്ന് മരിക്കുമായിരുന്നോ? വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുത്തൂടായിരുന്നോ? ആ കുട്ടിയുടെ വാപ്പയല്ലല്ലോ ആ കയറി വന്ന് ആക്രമിക്കാന്ന് പറയുന്നത്. അവനിക്ക് വേണ്ടിയിരുന്ന ആ സ്ഥലം, ആ പെൺകുട്ടി താമസിക്കുന്ന വീട് അവനിക്ക് വേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രിയമുള്ളവരെ ആ ഉമ്മ പറയുന്നത്. ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നത് അറിയാം ഉമ്മാക്ക്, സ്വന്തം കുട്ടിയെ ആക്രമിക്കുന്നത് ഉമ്മാക്കറിയാമായിരുന്നു. ആ വീടും സ്വത്തിലും ആ ചെറുപ്പക്കാരൻ ഹൈന്ദവനായ ആ ചങ്ങാതിക്ക് അതിന് കണ്ണുണ്ട് എന്നും ഉമ്മാക്കറിയാമായിരുന്നു. എന്നിട്ട് ഉമ്മപ്പ ഇരുന്ന് കരഞ്ഞിട്ട് പറയാണ്, ഇതൊക്കെ ഇങ്ങനെ കണ്ടായിട്ടുണ്ട്, ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രദ്ധിക്കേണ്ട സമയത്തിന്റെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്. അപ്പൊ ആർക്കും എങ്ങനെയും എന്തും ചെയ്യാൻ നമ്മുടെ മക്കളെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മക്കളങ്ങനെ ഉണ്ടാക്കി നിർത്തിയാൽ മാത്രം മതിയോ? അതിന്റെ പരിചാരകരാകണ്ടേ ഉമ്മ എന്നാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. മനസ്സിലാക്കണം. ഈ ഒരു വിഷയം, ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോ, ഒരു മരണ വാർത്ത വരുമ്പോ അതിന്റെ പിറകിലൊക്കെ ചാനലിൽ വന്നിട്ട് ഉമ്മമാരും ബന്ധപ്പെട്ടവരും പറയുന്ന വർത്താനങ്ങൾ ഇങ്ങനെ, അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മളത് കാര്യാക്കിയില്ല, അങ്ങനെയൊക്കെ മനസ്സിലാക്കണം. പിന്നെ പറയുന്നുണ്ട് അവളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവനിങ്ങനെ ഫോണിൽ എപ്പോഴും അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ജോലി സംബന്ധമായിട്ട് വല്ല വിഷയങ്ങളാണെന്ന് ഞങ്ങൾ കരുതി. എന്നാലും എന്തെങ്കിലും ചൂടാവണം മറ്റൊക്കെ കേൾക്കാം. അത് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. അപ്പൊ അതൊന്ന് അന്വേഷിക്കണ്ടേ ഉമ്മ? സ്വന്തം ഭർത്താവുമായിട്ട് ഇങ്ങനെ പിണങ്ങി കഴിയുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു വേണ്ട ഒരു സുരക്ഷിതത്വം ആ ഉമ്മ മാതാപിതാക്കൾ കൊടുക്കണ്ടേ? ആ മാതാവ് കൊടുക്കണ്ടേ? ബന്ധപ്പെട്ടവർ കൊടുക്കണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ലേ ഈ പ്രിയപ്പെട്ട ഈ പൊന്നുമോൾ അവിടുന്ന് മരണപ്പെടുന്നത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷ. ഒന്ന് ആലോചിച്ച് നോക്കാണേ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെ വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ അശ്രദ്ധ, അനാസ്ഥ വന്നത് കൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചത് എന്നല്ലേ?
സ്വന്തം ഉമ്മ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ ചാനലിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കിങ്ങനെ അക്രമങ്ങളുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ശല്യമുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ മതം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നഗ്നമായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ, നഗ്ന ഫോട്ടോകളും കാര്യങ്ങളും വീഡിയോസും അവന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് എത്തപ്പെട്ടത്? വെറുതെ ലഭിക്കില്ലല്ലോ, അല്ലെങ്കിൽ അത് കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവര് പരസ്പരം അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടല്ലേ? അവിടെ ഒരുപാട് തെറ്റുകൾ ഇവരുടെ ഭാഗത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ മക്കളെ ഒരാളെയും നീ അങ്ങനത്തെ കെണികളിൽ പെടുത്തല്ലേ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കണികളിൽ നമ്മൾ പെടാതിരിക്കുക, നമ്മുടെ മക്കളെ പെടുത്താതിരിക്കുക. നമ്മുടെ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായാൽ, എന്റെ പ്രിയമുള്ളവരെ, പിന്നെ എവിടുന്നാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അതിന്റെ വിഷമം. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. ഇങ്ങനെയൊക്കെ നോക്കൂ, നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു അനാസ്ഥ, വലിയൊരു അനാസ്ഥ കുടുംബത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.